മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നിൽ തന്നെയാണ്. ഞാൻ ആ വ്യക്തിയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സോ ഇവിടെ ഞാൻ എടുത്ത ചില ഡിസിഷൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ചോയ്സാണ്. നമുക്ക് ആ വ്യക്തിയെ വെറുക്കാണ്ടിരിക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്താണ്? ഞാൻ എടുത്ത ഡിസിഷൻ ഇതാണ്, ഞാൻ ആ വ്യക്തിയെ വെറുക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് നേരെ മറിച്ച് ആ വ്യക്തിയോട് തോന്നിയത് സഹതാപവും ദയയുമാണ്. കാരണം എന്നെ പൂർണ്ണമായും മനസ്സിലാകാത്ത ആണ് ആ വ്യക്തി എന്നെ വെറുക്കുന്നത്. അപ്പോൾ അത് പൂർണ്ണമായി മനസ്സിലായതുകൊണ്ട് തന്നെ എനിക്ക് ആ വ്യക്തിയോട് തോന്നിയൊരു വികാരം ഒരിക്കലും ഒരു വെറുപ്പായിരുന്നില്ല. പക്ഷേ ഈ ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നൊക്കെ പോകുമ്പോൾ ഞാൻ എങ്ങനെ എന്നെ മാറ്റാം എന്ന ഒറ്റ ചിന്തയായിരുന്നു. ശരിക്കും അത്ഭുതം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഞാനിത് മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷം ശരിക്കും എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയൊരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി. ഞാൻ വെറുപ്പ് എന്ന ആ ഒരു അസുഖത്തിന് ഞാൻ എതിർത്തത് വളരെ ശാന്തമായിട്ടും അതുപോലെ അതിനെ വളരെ അനുകമ്പയോടും കൂടിയാണ് ഞാനത്. ഇപ്പോഴും ഞാൻ ആ ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിക്കുമ്പോൾ അത് എങ്ങനെ സാധിച്ചു എന്നൊക്കെ ഞാൻ ആലോചിക്കും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം എന്ന് എനിക്ക് അടിയുറച്ച് പറയാൻ സാധിക്കും. ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ